മുഖ്യമന്ത്രിയോട് പരാതി പറയാനുള്ള ഒരു സംവിധാനമായിട്ട് ഈയിടെ ഒരു കോൾ സെന്റർ ആരംഭിച്ചു. അതിൽ മുഴുവൻ നിയമിച്ചിരിക്കുന്ന NGO യൂണിയൻകാരെയാ. CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിൽ നിന്ന് ഒരു പട്ടിക ചോദിച്ചിരുന്നു, അവർ കൊടുക്കുകയും ചെയ്തു. ആ കൂട്ടത്തിൽ നിന്ന് 4 or 5 പേരെ വെച്ചു, കണ്ണേറ് കിട്ടാതിരിക്കാൻ വേണ്ടി. ബാക്കിയെല്ലാം NGO യൂണിയനാണ്. അങ്ങനെ സർവത്ര അവഗണന CPIയോട് ഭരണരംഗത്ത് നടമാടുകയാണ്. അതുകൊണ്ടാണ് അവസരം കാത്തിരുന്ന CPI PM ശ്രീ പദ്ധതി എന്ന പ്രശ്നം വന്നപ്പോൾ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർക്കാരിനെതിരെ അല്ലെങ്കിൽ CPMനെതിരായിട്ട് ശക്തമായ ഒരു നിലപാടെടുത്തത്. ഫണ്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ സെക്രട്ടറിമാരെ മാറ്റുമ്പോൾ ആലോചിക്കുന്നില്ല, അതൊന്നും പറഞ്ഞാൽ ഏൽക്കുകയില്ലെന്നവർക്കറിയാം. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ നിലനിൽക്കും എന്ന് വിശ്വാസമുള്ള ഒരു വിഷയം PM ശ്രീ പദ്ധതി അവരെടുത്ത് ഉപയോഗിച്ചത്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരിക്കുന്ന കാർക്കശ്യം. അദ്ദേഹത്തിന് അല്പം മൂച്ചു കൂടിയിരിക്കുക. ഒരു വിജയമുണ്ടായി, അത് മാത്രമായിരിക്കണമെന്നില്ല. കാരണം ഈ രീതിയിൽ പോയാൽ, സ്വർണ്ണ കവർച്ചയുടെ കാര്യത്തിൽ സർക്കാർ പ്രതിക്കൂട്ടിലായാൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനില്ല. ആ പാപഭാരം ഞങ്ങളുടെ ചുമലിലേക്ക് വെക്കാമെന്ന് ആരും കരുതണ്ട. അത് ഒറ്റയ്ക്ക് അനുഭവിച്ചോണം CPM തന്നെ. അത് നിങ്ങളാണത് നടത്തിയത്. അതിന്റെ ഉത്തരവാദിത്വവും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും അതിന്റെ പാപഭാരവും CPM തന്നെ ഏറ്റെടുത്തു കൊള്ളണം എന്നാണ് ഇപ്പോൾ CPI നേതാവ് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. അളമുട്ടിയാൽ പുളവൻ പോലും വാലിൽ കുത്തി എഴുന്നേറ്റ് നിൽക്കും. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.